ആദില നൂറയുടെ വിഷയമാണ് ഇന്ന് കുറേ അധികം നേരം ലൈവിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദില നൂറയുടെ ഇഷ്യൂ ആയിരുന്നു. എന്താണ് ബിഗ് ബോസേ, പുതിയ തരം ഒരു നാടകമാണല്ലോ നടക്കുന്നത്. എന്തായാലും നിങ്ങളുടെ നാടകം കൈയോടെ പൊക്കി ഞങ്ങൾ കേട്ടോ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയുന്നതാണ്. ആക്ച്വലി ആദില നൂറ അവിടെ നല്ല പ്രശ്നത്തിലാണ്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ട് കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടും ആദില ആ ഒരു ഇതിൽ നിന്ന് ഓവർകം ചെയ്തിട്ടില്ല. ആദിലയ്ക്ക് ഭയങ്കര സ്നേഹമാണ് ന്യൂറയുടെ അടുത്ത്, സിൻസിയർ ലവ് ആണ് കേട്ടോ. പക്ഷെ ന്യൂറയ്ക്ക് തിരിച്ചുള്ളത് ആദിലയോടൊരു സഹതാപമാണ്. കാരണം ആദില എന്ന വ്യക്തി ന്യൂറയില്ല എന്നുണ്ടെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നുള്ളൊരു തോന്നൽ അവൾക്കുണ്ട്. അത് തന്നെയാണ് ആ ആദിലയെ അവൾ സഹിക്കുന്നതിൻ്റെ കാരണമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പേഴ്സണൽ കാര്യം, ഇപ്പോൾ ഇവരുടെ കുടുംബത്തിലും കുറേ അധികം ബന്ധുക്കളും ഒക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കുറേ ബന്ധുക്കൾ, നൂറയുടെ കുറേ ബന്ധുക്കൾ കോണ്ടാക്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നത് പോലെയൊന്നുമില്ല. അത് ഞാൻ ദിയാസനായിട്ട് ഒരു വീഡിയോയെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയാം എന്താ സംഭവിച്ചത് എന്നുള്ളത്. വാസ്തവത്തിൽ ഇന്ന് നടന്ന ഒരു ഇത് കൃത്യമായി പറഞ്ഞാൽ ന്യൂറ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ എനിക്ക് ഇവർ രണ്ടുപേരുടെയും ലൈഫിൽ നടന്ന ഒരു ഇഷ്യൂ, അതായത് ഇപ്പം അതിലൊരാൾക്കാണ് പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും പറയുന്നതാണ് ന്യൂറയ്ക്ക് അങ്ങനെ ഒരു വശമില്ല, ന്യൂറ അത് ആഗ്രഹിക്കുന്നില്ല. ന്യൂറയ്ക്ക് ഒരിക്കൽ പോലും ന്യൂറ ഈ ഒരു ടേമിലാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം വളർത്തി വലുതാക്കിയവർക്കും കൂടെ താമസിച്ചവർക്കും അറിയാമല്ലോ, ഈ കൂടെ കിടക്കുന്നവന് രാപ്പനി അറിയും എന്ന് പറയുന്നത് പോലെ അവർക്ക് മനസ്സിലാകുമല്ലോ. നമുക്ക് ഒരാളുടെ സിംറ്റംസിൽ കൂടെ മനസ്സിലാകും ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്നാണ്. അപ്പം ഈ ട്രാൻസ് വിഭാഗം എൻ്റെ കുടുംബത്തിൽ രണ്ടുപേരുണ്ട്, എനിക്കറിയാം. ട്രാൻസിലുള്ള ആൾക്കാർ തന്നെയാണ് അവരുടെ ആ ആറ്റിറ്റ്യൂഡ്. സ്ത്രൈണതയുള്ള രണ്ട് പുരുഷന്മാരുണ്ട് എൻ്റെ കുടുംബത്തിൽ, ഞാൻ തുറന്നു പറയുന്നത് എൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ട്. ഞങ്ങൾ അവരെ അംഗീകരിച്ചവരാണ്. ഞങ്ങൾക്ക് അവർക്ക് ബുദ്ധിമുട്ടോ നീക്കി നിർത്തലോ അവരെ കമ്മ്യൂണിറ്റിയിലേക്ക് ഞങ്ങൾ വിട്ടിട്ടില്ല. അവരെ കമ്മ്യൂണിറ്റി വിടേണ്ട കാര്യം, അവർക്ക് കമ്മ്യൂണിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്നുണ്ട്. നല്ലപോലെ പഠിപ്പിച്ച് എൻജിനീയർമാരാണ് രണ്ടുപേരും. വിവാഹവും കഴിച്ചിട്ടുണ്ട്. സ്ത്രൈണത മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ വിവാഹവും കഴിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. സ്വസ്ഥമായി അവർ ജീവിച്ചു പോകുന്നുമുണ്ട്. അപ്പോൾ ട്രാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കത് ചെറിയ പ്രായത്തിലേ മനസ്സിലാവും. അവർക്ക് ഇടപഴകാൻ ഇഷ്ടം സ്ത്രീകളോടായിരിക്കും. ആ സ്ത്രൈണതയുടെ മറ്റൊരു ലെവലാണ്. നമുക്കത് മനസ്സിലാകും. അപ്പോൾ ആദ്യമെല്ലാം നമുക്ക് തോന്നിയിരുന്ന അവരുടെ കുടുംബത്തിൽ കൂടുതൽ പെൺകുട്ടികളായതുകൊണ്ട് പെണ്ണുങ്ങളോട് ഇടപഴകിയിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഗ്രാജുവലി ഇതാണ് അവസ്ഥയെന്ന് മനസ്സിലാക്കിയപ്പം പേരൻസ് മനസ്സിലാക്കി അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ അംഗീകാരം 100% കിട്ടുക തന്നെ ചെയ്യും. കുടുംബങ്ങളിൽ അത് ചർച്ചയ്ക്ക് വെക്കണം. ഒരാളൊന്ന് രണ്ട് പേരല്ല. ഇത് അവർക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലാകാനിട്ടോ ഒന്നുമല്ല. അവരിത് അംഗീകരിക്കുന്നവർ തന്നെയാണ്. അവർക്ക് ഇതിനകത്ത് ഒബ്ജക്ഷൻ ഒന്നുമില്ല. ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല അവർ റിയാക്ട് ചെയ്യുക. ഇത് ആ പെൺകുട്ടി ട്രാപ്പിഡാണെന്ന പൂർണ്ണ ബോധമുള്ളത് കൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത് എന്നാണ് എനിക്ക് അവരുടെ ഇടയിൽ സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇന്ന് ബിഗ് ബോസിൽ നടന്ന ആ ഒരു സംസാരം, അതിനകത്ത് ആദിലയുടെ അരഗൻസ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ കുട്ടിക്ക് അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്നെ ആരും നിയന്ത്രിക്കേണ്ട, ഞാൻ നിയന്ത്രണ അതീതയാണ് എന്ന ഫോമാണ് ആ കുട്ടിക്ക്. ആ ന്യൂറയോടുള്ള റെസ്പെക്റ്റ്, അല്ലെങ്കിൽ ന്യൂറ അവൾക്ക് വേണമെന്നുള്ള ഒരു കരുതൽ ഉള്ളത് കൊണ്ടാണ് ന്യൂറ സേവ് ആകുന്നത്. അല്ലെങ്കിൽ ഗ്രാജുവലി ഇനി ഫ്യൂച്ചറിൽ ഈ ന്യൂറയുടെ ലൈഫ് പോലും അപകടത്തിലാണ്. കാരണം ഈ പെണ്ണ് എന്തും ചെയ്തു കളയും. ആദില ആ ന്യൂറയെ ഇല്ലാണ്ടാക്കാൻ അവൾ എന്തും ചെയ്തു കളയും. തനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടരുത് എന്നൊരു ഫോമുണ്ട്. അത് ആദിലയുടെ ഉള്ളിലുണ്ട്. ആദില ന്യൂറയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. അപ്പോൾ നൂറയ്ക്ക് വേണ്ടി തല്ലുപിടി, ഇപ്പോൾ അനീഷിനെ അടിക്കുന്ന കണ്ടില്ലേ, വെള്ളം കോരി ഒഴിക്കുന്ന അനീഷിനെ അടിക്കുന്ന, അനീഷിനോടുള്ള വൈരാഗ്യം മുഴുക്ക എന്താണ്? അത് നോമിനേഷൻ മാത്രമല്ല, ന്യൂറയെ പറ്റിയും അയാൾ പറയുന്നുണ്ട്, ന്യൂറയെ അയാൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ന്യൂറയെ അയാൾ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവൾക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അത് ബിഗ് ബോസ് ഒളിച്ചു വയ്ക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ചെറിയ ദേഷ്യം അനീഷിന് ഒരാളോട് പിണക്കം തോന്നിക്കഴിഞ്ഞാൽ അയാൾ പിറകെ നടന്ന് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഒരുപക്ഷെ അയാൾ ഈ ഗെയിം കണ്ടിട്ട് പോയത് അയാളായതുകൊണ്ട് തന്നെയാണ്. എവിടെയെങ്കിലും ഒരു കോണിലെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനാണ് അനീഷിനുള്ളത്. ഇപ്പം എനിക്ക് മനസ്സിലായത് ന്യൂറയ്ക്ക് അഗൻസ്റ്റ് അയാൾ നല്ല പോലെ കളിക്കുന്നുണ്ട്. അതാണ് ആദിലെ ഒരുപാട് ചൊലിപ്പിക്കുന്നത്. ആദില ന്യൂറയ്ക്ക് വേണ്ടി ഏത് എക്സ്ട്രീമിലും പോകും. ആ എക്സ്ട്രീമിസം ന്യൂറയുടെ ജീവനും ആപത്താണ്. അത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കാത്തതാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അവർ സേഫ് അല്ല കുട്ടികൾ. ഒന്നാമത് രണ്ടുപേരും കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. നിങ്ങളെന്താ ടെസ്റ്റ് ട്യൂബ് ബേബീസ് ആണോ? അവർക്ക് അച്ഛനും അമ്മയില്ലേ, സഹോദരങ്ങളില്ലേ, കുടുംബത്തിൽ എത്രയോ പേരില്ലേ? അങ്ങനെ വലിയൊരു കുടുംബത്തിൽ അംഗമായ കുട്ടികൾ പെട്ടെന്നൊരു ദിവസം ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇസ്ലാം കമ്മ്യൂണിറ്റി അവഹേളിക്കാൻ തക്കവണ്ണം ഉള്ളവരാണ് എന്ന തിരിച്ചറിവിലാണ് ആരിഫ് ഹുസൈനെ പോലുള്ളവർ അവരെ ചേർത്ത് പിടിച്ചത്. എന്നിട്ട് എന്ത് കിട്ടി? ആരിഫ് ഹുസൈൻ അണ്ണാക്കി കിട്ടി. ആരിഫ് ഹുസൈന് സ്വന്തം വീട് ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടി വന്നു. കാരണം പുരോഗമനവാദം പറയുന്ന ആരിഫ് ഹുസൈൻ്റെ ഉമ്മാക്ക് പോലും ഈ കുട്ടികളെ അംഗീകരിക്കാൻ വയ്യ. പക്ഷേ അവരുടെ വീട്ടുകാർ ഇപ്പോഴും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്.
അവർക്കൊരു പ്രശ്നവുമില്ല. ഈ കുഞ്ഞിനെ കൊണ്ട് ആ പെറ്റ തള്ളയെ പറ്റി വളരെ മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്തത് ആദിലയാണ്. കാരണം ആദിലയ്ക്ക് അറിയാം ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത് നൂറയുടെ പേരൻസ് ആണ്. അവരെ മാറ്റി നിർത്തണം. അവരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നൂറ അവൾക്ക് നഷ്ടപ്പെടും എന്നുള്ള ബോധം അവൾക്കുണ്ട്. കാരണം നൂറയ്ക്ക് തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ, നൂറയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ നൂറ തിരിച്ചിറങ്ങും എന്നുള്ളതാണ്. ഇനി അവൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അവൾക്ക് ഏകദേശം ആദിലയുടെ ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ രണ്ട് വ്യക്തികളാണ് വിവാഹം കഴിക്കുന്നത്, ശരി, ആണോ പെണ്ണോ, ഇനി ഇവർ ട്രാൻസോ അതെന്താന്നൊക്കെ ആയിക്കോട്ടെ. ഈ വ്യക്തികളിൽ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ, അവരുടെ ആറ്റിറ്റ്യൂഡിലുള്ള ഡിഫറൻസ് അത് ഇതിൽ കൂടെ വ്യക്തമായി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനകത്ത് പോയ വേറൊരു ഫാമിലിയും ഇതുപോലെ പിരിഞ്ഞിട്ടുണ്ട്. ഫിറോസ്, കിഡിലൻ ഫിറോസ്, അങ്ങനെ എന്തോ ഒരെണ്ണം ഉണ്ടല്ലോ, അയാളും അയാളുടെ ഭാര്യയും തമ്മിൽ തെറ്റിയിട്ടുണ്ട്. അവിടെ അവർ ഭയങ്കര അടയും ചക്കരയൊക്കെ ആണെങ്കിലും പിന്നീട് അവർക്കത് മാറേണ്ടി വന്നു. കാരണം അതിനകത്ത് പോകുമ്പോഴാണ് അത് അതർ പേഴ്സൻ്റെ റിയൽ ക്യാരക്ടർ അവിടെ വരുന്നത്. വീട്ടിലങ്ങനെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മളോട് ഭയങ്കര പ്രണയം, ബേബി ബേബി ബേബി, ഏത് നമ്മുടെ ബഷീർ കോപ്പി അടിച്ചിട്ടാണ് ഈ ബേബി ബേബി പറയുന്നത്. ഒരു ബേബി മോള്, ബേബി മോള്, ആ ഒരു സ്നേഹം വഴിഞ്ഞൊഴുകുന്നെന്നാണ് പറയുന്നത്. ലുക്ക്, അവർ തമ്മിൽ വഴക്കിടുകയാണ്, അപ്പോഴും ബേബിയും മോളും വരുന്നുണ്ട്. ആ ബേബി മോള് ഊക്കലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? ഇവർ തമ്മിൽ നല്ല അലശണ്ട തന്നെയാണ്, അവിടെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ആക്ച്വലി അവൾ വന്ന്, നൂറ വന്ന് പല പ്രാവശ്യം ഇവളോട് സംസാരിക്കുമ്പോഴത്തേക്ക് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നൂറ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മളേ ഉള്ളൂ ബേബി, വേറെ ആരുമില്ല, നമുക്ക് വരാൻ ദിയ ചേച്ചി മാത്രമേ ഉള്ളൂ. അതിൻ്റെ നാണക്കേട് ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത് സോഷ്യലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മോളാണ്. ആ കുട്ടിയെ അതിനകത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് ഈ പെണ്ണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം എൻ്റെ ഒരു പാർട്ട്ണർ, ഞാൻ ഒരാളെ വിവാഹം കഴിക്കുകയാണ്, എൻ്റെ വീട്ടുകാരെ വരെ അംഗീകരിക്കുന്നില്ല, ഞാൻ വെയിറ്റ് ചെയ്യും. അണ്ടിൽ എൻ്റെ വീട്ടുകാർ മറ്റൊരാളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ഞാൻ ശ്രമിക്കുക മാത്രമല്ല, ശക്തമായി നിലകൊള്ളും. എനിക്ക് ഇത് വേണ്ട, എനിക്ക് ആ വിവാഹം അല്ലെങ്കിൽ എനിക്ക് വേണ്ട. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. എൻ്റെ അമ്മ പ്രണയ വിവാഹമാണ്. 27-ാമത്തെ വയസ്സിൽ അവർ വിവാഹം കഴിക്കുന്നത്. അതിൻ്റെ കാരണം പ്രണയം തന്നെയാണ്. ഒരുപാട് അഫയേഴ്സ് കൊണ്ടുവന്നു, അമ്മ സമ്മതിച്ചില്ല. ഓർത്തുകൊള്ളുക, എൻ്റെ അമ്മയുടെ കാലഘട്ടമാണ് പറയുന്നത്. അപ്പോഴുപോലും നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു പെണ്ണിന് തനിക്ക് ഇഷ്ടപ്പെട്ടത് നേടാൻ സാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ജനിച്ചവളാണ് ഞാൻ. അവിടെ ആ നാട്ടിൽ പ്രമുഖ കുടുംബം, അവിടെ പള്ളി സ്ഥാപിച്ച കുടുംബം, അപ്പം അവരുടെ ദീന് അല്ലെങ്കിൽ അവരുടെ ആ ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അന്വേഷിച്ചാലും മതിയാവും. അത്രയ്ക്ക് ഓർത്തഡോക്സ് ഫാമിലിയാണ് എൻ്റെത്. പക്ഷേ അവർ പോലും അംഗീകരിക്കും നമ്മളൊരു കാര്യത്തിൽ തീരുമാനം ഉറച്ചു നിന്നാൽ. ഇവർക്കതല്ലായിരുന്നു. ആ ആദിലയ്ക്ക് ഇവളെ കിട്ടണം. അത് വെറും ഒരു സെക്ഷൽ നീഡ് മാത്രമാണ്. അവളുടെ ആ സെക്ഷൽ നീഡ് ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സുന്ദരിയായ, അത്യാവശ്യം ഇവളെന്ന് വെച്ചാൽ ചാകാൻ നിൽക്കുന്ന ഒരു പെണ്ണിനെ അവൾ തട്ടിക്കൊണ്ടുവന്നു എന്നാണ്. അത് തട്ടിക്കൊണ്ടുവരൽ തന്നെയാണ്. ഏത് കമ്മ്യൂണിറ്റി വട്ടം ചാടി നിന്ന് അല്ല എന്ന് പറഞ്ഞാലും ആ പെൺകുട്ടികളിൽ ഒരാൾക്കേ ആ ഭ്രാന്തുള്ളൂ, ഒരാൾക്കതില്ല. അതാണ് വസ്തുത. അവളോട് എടുത്തു പറയുന്നുണ്ട്, നീ ഇങ്ങനെയാണ്, നീ ഇത് മാറ്, തിരുത്ത് എന്ന് പറയുമ്പോൾ അവൾ പറയണത് എന്താണ്? അപ്പോൾ നീയും അങ്ങനെ പറയുന്നു. അതായത് ഒരു പഴുതുപോലും നൂറ ആദിലയ്ക്കെതിരെ ചെറിയ രീതിയിലൊരു തിരിച്ചു പറയലുകൾ ഉണ്ടായാൽ നൂറയുടെ ജീവൻ അപകടത്തിലാവും. നിങ്ങൾ എഴുതി വെച്ചോ, ഇതിൽ 2-1 മരണം 1 കൈ കൊണ്ട് തന്നെയായിരിക്കും. ആദില ഇവളെ ആക്രമിക്കുമ്പോൾ സെൽഫ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നൂറയ്ക്ക് ഇവളെ കൊല്ലേണ്ടി വരും. അല്ല വെച്ചാൽ നൂറ മറ്റൊരാളുമായി കൂടുതൽ അടുത്ത ഇടപെടുക അല്ലെങ്കിൽ കൂടുതൽ സ്നേഹം കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദില അവളെ തട്ടും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി തന്നെ തീർക്കും എന്നുള്ളത് തർക്കം വേണ്ട, എഴുതി വെച്ചോളൂ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഭയമാണ് സത്യത്തിൽ ആ പേരൻസിനെ, ഈ കുട്ടിയെ അവരിൽ നിന്ന് എടുക്കാനായിട്ട് പറയുന്നത്. അവർക്ക് ആ കുഞ്ഞിനെ വേണ്ടാന്നല്ല പറയുന്നത്. എവിടെയെങ്കിലും നൂറയുടെ പേരൻസ് വന്ന് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും നൂറയെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് ആ കുട്ടിയുടെ ബിഹേവിയർ പോകുന്നു? ഒരു കുഞ്ഞങ്ങ് പോയി മരിച്ചു എന്ന് വിചാരിച്ചാൽ പോരെ? പലരും ചോദിച്ച ചോദ്യവുമാണ്, മരിച്ചു എന്നങ്ങ് വിചാരിച്ചാൽ പോരെ? അങ്ങനെയല്ലല്ലോ. എന്തുകൊണ്ട് വരുന്നു? അവർക്ക് നാണക്കേടോ മാനക്കേടോ ഒന്നും വരേണ്ട കാര്യമില്ല. വിദേശത്ത് ജീവിക്കുന്നവരാ. വിദേശത്ത് ജീവിക്കുന്നവർക്ക് നാട്ടിൽ എന്ത് കോപ്പ് കാണിച്ച ആർക്കത്? അവിടെ അന്തസ്സായിട്ട് ഞാൻ 22 വർഷത്തെ പ്രവാസം, നാട്ടിൽ എന്ത് നടക്കണമെന്നില്ല നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ലൈഫാണ്, നമ്മൾ ഏൺ ചെയ്യുന്നു, നമ്മൾ ജീവിക്കുന്നു. അതിന് ആർക്കും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതൊന്നുമല്ല. പൂർണ്ണമായും ആ പെൺകുട്ടിയെ ചതിച്ച് വഞ്ചിച്ച് കൂടെ കൂട്ടിയിരിക്കുന്ന ഈ സ്ത്രീ, അവൾക്ക് ദോഷമേ വരത്തുള്ളൂ. ഇന്നത്തെ ഒരു ലൈവ് സെക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ എപ്പിസോഡിൽ അത് വരുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പിസോഡ് കാണുന്നതിന് മുമ്പ് എടുക്കുന്ന വീഡിയോ ആണിത്. എപ്പിസോഡിന് ശേഷം ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. എനിക്ക് ലൈവിലാണ് ഞാൻ കണ്ടത്. അവൾ വീണ്ടും പറയുന്നുണ്ട്. അവൾ പറയുമ്പോൾ അവളുടെ ഉള്ളിലുള്ളൊരു പകപ്പ്, പേടി ഒക്കെ വ്യക്തമാണ്. ഇതൊന്നും ഈ ഫേസ് സൈക്കോളജിയും അത്യാവശ്യം ഇതുമൊക്കെ മെൻ്റൽ ഇതുമൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കല്ലേ ബിക്കോസ് ആണ് ഭയങ്കര മോശമാണ്.
ഇവരിത് ടെലികാസ്റ്റ് ചെയ്തതിന് പിന്നിലൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇത് കണ്ടിട്ട് ആദിലയും നൂറയും തമ്മിൽ വഴക്കാണ് എന്ന് മിക്ക ക്യാപ്ഷൻസും അങ്ങനെയായിരുന്നു. ഞാൻ ഒരുപാട് പേരുടെ വീഡിയോ കണ്ടു, എല്ലാ ക്യാപ്ഷൻസും അങ്ങനെയാണ്, ആദിലയും നൂറയും തമ്മിൽ തെറ്റിയോ. അത് കാണുമ്പോൾ പേരൻസിന് തോന്നുന്നു അവരുടെ പേരൻസ് നല്ല വിദ്യാഭ്യാസമുള്ളവരാ, അവർക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മന്ദബുദ്ധിത്തരം വരാൻ ചാൻസ് കുറവാണ്. ആ വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഞാൻ പറയണത് എനിക്ക് അവരെ അറിയുന്നത് കൊണ്ടല്ല. ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വിട്ട മനസ്സുണ്ടല്ലോ, അത് വിദ്യാഭ്യാസം കൂടുതലാണ്. അതിന് ഈ പള്ളി വിദ്യാഭ്യാസമായിരുന്നാലും പള്ളിക്കൂട വിദ്യാഭ്യാസമായിരുന്നാലും അത് അവർക്ക് ഉള്ളതുകൊണ്ടാണ് പെൺമക്കളെ പഠിക്കാൻ വിടുന്നത്. പെൺമക്കളെ പഠിക്കാൻ വിടാതിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെയാണ് ഇസ്ലാം കമ്മ്യൂണിറ്റി. മെജോറിറ്റി അങ്ങനെയായിരുന്നു. ഇപ്പം മാറ്റമുണ്ട്, ഇപ്പോഴാണ് മാറി വരുന്നത്, മുമ്പ് അങ്ങനെയല്ല. ഇസ്ലാമിക വാദത്തിൽ പെണ്ണുങ്ങളെ പഠിപ്പിക്കരുതെന്നൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഹദീസൊക്കെ ഉണ്ടാക്കി പുതിയ കുതന്ത്രങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതിനകത്ത് അങ്ങനെയൊന്നുമില്ല. പെൺകുട്ടികളെ പഠിക്കാൻ വിടുന്ന ഏത് കുടുംബമാണോ നിങ്ങൾക്ക് കണ്ണുമടച്ച് അവരെ കൂടെ ചേർക്കാം. അവരുടെ ഉള്ളിൽ നല്ലൊരു നന്മയുള്ള പുരോഗമനവാദിയായ നല്ല മനുഷ്യത്വമുള്ള മനുഷ്യരാണ്. അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം. ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നത് പെണ്ണിലൂടെയാണ് നമ്മൾ ലോകം അറിയുന്നത്, അല്ലേ? നമ്മൾ പ്രസവിക്കുന്ന അമ്മയിലൂടെയല്ലേ നമ്മൾ ആദ്യം ലോകം അറിയുന്നത്. ആ അമ്മയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലെങ്കിൽ നമ്മൾ താഴേക്ക് പോകും. നൂറയ്ക്ക് ഇത്രയും നോളജ് കിട്ടിയത് നൂറയുടെ അമ്മയുടെ അന്നല്ല എന്ന് നൂറയ്ക്ക് പറയാൻ പറ്റുമോ? ആദിലയ്ക്ക് പറയാൻ പറ്റുമോ? അമ്മയിൽ നിന്ന് തന്നെയാണ്. അവരുടെ അമ്മമാർ മോശമാണോ? അല്ല. ആദിലയുടെ വീട്ടുകാർ ഇത് അംഗീകരിക്കുന്നുണ്ട്. അതെന്താ? അവർ മുസ്ലിം അല്ലേ? അപ്പോൾ നൂറയുടെ വീട്ടുകാരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് നൂറയുടെ ഉമ്മയ്ക്കറിയാം അതങ്ങനെയല്ല. അവർ വളർത്തിയ കുഞ്ഞ് അങ്ങനെയല്ല എന്ന് പറയാനുള്ള ധാർമ്മികത അവർക്കില്ലേ? അവരത് പറയണ്ടേ? അത് അവരുടെ ഉത്തരവാദിത്വമല്ലേ? അവരുടെ ഭാഗം പബ്ലിക്കിൽ പറയുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമല്ലേ? അത് പറയുന്നതിന് ആർക്കാ ഇപ്പോൾ പ്രശ്നം? ഇന്ന് കാണിച്ച എപ്പിസോഡ് കൊണ്ട് ഒരു മാറ്റവും ആർക്കും ഉണ്ടാവാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള ഒരു സംഗതിയും ഏൽക്കുകയും ഏശുകയും ഇല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. രണ്ട് തമ്മിലുള്ള വഴക്കുകൾ, അനീഷുമായിട്ടുള്ള അവളുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമില്ല എന്നാണ് തുടങ്ങുന്നതെങ്കിലും ആകെ മൊത്തം എല്ലാവരോടും അവൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഇഷ്ടമില്ല എന്ന് നൂറ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അവളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയിരുന്നില്ല, നിനക്ക് ഇങ്ങനെയും ഒരു മുഖമുണ്ടോ എന്ന സൂചനയും കൂടെയാണ് കൊടുക്കുന്നത്. അത് നല്ലൊരു തിരിച്ചറിവാണ്. വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ നന്ന്. പക്ഷെ ഫിനാൻഷ്യലി നല്ല സൗണ്ടായിട്ടായിരിക്കും രണ്ടും പുറത്തേക്ക് വരിക. 50 ദിവസം അവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു തുക അവരുടെ പോക്കറ്റിലേക്ക് വീണ് കഴിഞ്ഞു ഓൾറെഡി. അതിൽ രണ്ടുപേരുടെ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ 2 ഇൻഡിവിജ്വാലിറ്റിയാണ്, ഒരാൾക്ക് വേറെ ഒരാൾക്ക് വേറെ. അപ്പം നല്ലൊരു തുക രണ്ടുപേരുടെയും പേരിലേക്ക് അവ വന്നു കഴിഞ്ഞു ഓൾറെഡി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അവർ 100 ദിവസം നിൽക്കുമെങ്കിൽ അത്രയും ദിവസത്തെ പൈസ കിട്ടും. ഈ ഇനാം മണിക്ക് മുകളിൽ ഇവർ നിന്ന ദിവസത്തെ പൈസ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അതൊരു എക്സ്ട്രാ എമൗണ്ട് തന്നെയാണ്. അപ്പം ആ പൈസയും കൂടെ കിട്ടും. പിന്നെ ഇനി ഉദ്ഘാടനങ്ങൾ അതിനോടനുബന്ധിച്ചിട്ട് ഇവർ നല്ല ഫിനാൻഷ്യലി സെക്യൂർ ആവും. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വരുമ്പോഴത്തേക്കാണ് കാര്യങ്ങൾ ഗതി മാറാൻ പോകുന്നത്. നന്നായിരിക്കട്ടെ, ചേർന്ന് പോകട്ടെ, അതിനൊന്നും തെറ്റൊന്നും തർക്കമൊന്നുമില്ല. പക്ഷെ ന്യായീകരിക്കാൻ മാത്രം ആരെയും നിർബന്ധിക്കരുത്. അതൊരു മോശപ്പെട്ട ഇതാണ്. ഇന്നത്തെ വഴക്ക് അത്ര ഇതല്ല, ആർക്കോ ഇട്ട ഒരു ചൂണ്ടയാണ്. ആ ചൂണ്ടയിൽ കൊത്തുന്ന മീനുകളല്ല ഇപ്പുറത്തുനിന്നുള്ളതെന്ന് പറഞ്ഞു വെക്കുന്നു. വരാലുകൾ അങ്ങനെയൊന്നും എളുപ്പത്തിൽ വീഴാറില്ല. മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.